സ്വാമി ശരണമയ്യപ്പ. ശബരിമല വ്രതകാലം ആരംഭിക്കുകയാണ്. അപ്പോൾ മുദ്രമാല അണിയുന്നവർക്ക് വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളുണ്ട്. ഒരു വാട്സപ്പ് വഴിക്കും അല്ലാതെ മെസ്സേജായിട്ടും ഇമെയിലായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കോർത്തിണക്കി എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന തരത്തിലുള്ള മാലയിടുന്നവരുടെ പ്രധാനപ്പെട്ട സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ശബരിമല യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ, മുദ്രമാല അണിയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ആ മാല അണിഞ്ഞ ശേഷമുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. മാത്രമല്ല, നിങ്ങൾ ഒരു ശബരിമലയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാര്യം നിങ്ങളുടെ അടുത്ത് പലരും പല സംശയങ്ങളും ചോദിക്കും. നാട്ടിൽ ഒരുപാട് പേര് അറിവില്ലാതെ ഉണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മേല്. അപ്പോൾ നിങ്ങൾ ഒരു ഗുരുസ്ഥാനീയനായിട്ട് നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് അറിവുകളും ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഓരോ അയ്യപ്പ വിശ്വാസിക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു വീഡിയോ ആയിരിക്കും ഇത്. വളരെ പ്രയോജനം ലഭിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ഇത്. ഇത് പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം. ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിത്യേന നൽകുന്ന ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കാണാൻ കഴിയും. അതിലൂടെ ചാനൽ പ്രവേശിക്കുന്നവർക്ക് ഒട്ടേറെ വിവരങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ വിശേഷാലായിട്ട് നടക്കുന്ന എല്ലാ പൂജാ പ്രാർത്ഥനകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അപ്പോൾ തുടർച്ചയായിട്ട് നമുക്ക് ആ പൂജ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഇതിലെ വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ ശബരിമല യാത്രയുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മാല അണിയുക എന്നുള്ളത്. ഒരു ഗുരുസ്വാമിയുടെ സമക്ഷത്ത് നിന്നോ ക്ഷേത്രത്തിൽ നിന്നോ മറ്റ് പുണ്യസങ്കേതങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ മാല അണിയാറുണ്ട്. മുദ്രമാല ധരിക്കുന്നതോടുകൂടി അവൻ അയ്യപ്പ തുല്യനായി മാറുകയാണ്. അവൻ്റെ ദിനചര്യകളിലെല്ലാം മാറ്റം വരുന്നുണ്ട്. അയാളുടെ മാനസിക ചിന്താ തലങ്ങളിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഒരു ജീവിതത്തിൻ്റെ ശരിയായ ഒരു പാതയിലേക്ക് അവൻ പ്രവേശിക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഇവിടെ കാണുന്നത്. അയ്യപ്പനെ ദർശിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ പരമമായ പുണ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതവും ആനന്ദദായകമാണ്. കാര്യം ആ തത്വമസി പൊരുളിനെ കണ്ടറിയാൻ അവൻ്റെ മനസ്സും ശരീരവും അത്രമേൽ കൊതിക്കുകയാണ്. ആ പുണ്യത്തിൻ്റെ നിർവൃതിയിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ മനുഷ്യർക്കും അറിയാം അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന്. അപ്പോൾ മുദ്രമാല അണിയുമ്പോൾ ചിലർക്ക് ചില പാകക്കേടുകൾ സംഭവിക്കാറുണ്ട്. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാതായിരിക്കും. പിന്നീട് 1, 2, 3 മലയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് താൻ ഇത്രയും നാളും പോയ ഒരു രീതി തെറ്റായിരുന്നു എന്ന്. ചിലപ്പോൾ 10, 15 മല കടന്നിട്ട് പോലും ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 20 കാര്യങ്ങളിൽ ചിലത് തെറ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. അല്ലെങ്കിൽ ചിലത് ചെയ്യാമായിരുന്നിട്ടും അവരുടെ അജ്ഞത കൊണ്ട് അവർ ചെയ്യാതെ പോയ കാര്യം ഉണ്ടാവും. അപ്പോൾ നമുക്കതിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് ആദ്യം പറയട്ടെ, അയ്യപ്പ വിശ്വാസികൾ എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാരതമെമ്പാടും അതിന് പുറത്തുമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പല ദേശങ്ങളിലും പല ആചാരങ്ങളും ഇതിനുമേൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള ദേശത്തുള്ള രീതി ആയിരിക്കില്ല ചിലപ്പോൾ തമിഴ് ദേശത്ത് അല്ലെങ്കിൽ വേറൊരു ദേശത്ത് ചെറിയ ചെറിയ വ്യതിയാനങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കും. വസ്ത്രധാരണത്തിൽ പോലും അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും പൊതുവായിട്ടുള്ളൊരു സമ്പ്രദായം കുറേ അധികം ഉണ്ടെങ്കിലും ചെറിയ മാറ്റങ്ങൾ പലയിടത്തും കണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യത്തെയും നിങ്ങൾ പരിഗണിക്കണം. അപ്പോൾ ആചാര്യന്മാരായിട്ടുള്ള ഗുരുസ്വാമിമാരായിട്ടുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ദേശത്തെ അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. എങ്കിലും ഞാനിവിടെ പറയാൻ പോകുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് പൊതുവിൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രാദേശികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനോടകം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാൻ ചിലതിൽ.
എങ്കിലും ഇപ്പോൾ നമ്മുടെ ആചാര്യ മര്യാദകളിൽ കൃത്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ശബരിമലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മാലയിട്ട് വ്രതമെടുക്കുന്നതാണോ വ്രതമെടുത്ത് മാലയിടുന്നതാണോ ഏറെ ഉചിതം? ഇത് ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. മാലയിട്ട് വ്രതമെടുക്കാതെ വ്രതം ഒരു ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പോകുന്നതിന് ഏതാനും ദിവസം മുമ്പ് മാലയിടുക, അല്ലെങ്കിൽ പോകുന്ന ദിവസം മാലയിടുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ വീഡിയോയിലൂടെ ഇതിനെ ഒരു നിഷേധമായിട്ടാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാര്യ മര്യാദകളിൽ മാലയിട്ട് വ്രതം എടുക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് എൻ്റെ രീതി. അല്ലാതെ വ്രതം എടുത്തിട്ട് മാലയിടുക എന്നുള്ളതിൽ ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മാലയിടുന്ന ഒരാൾക്ക് തൻ്റെ ചര്യകളിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കും. പക്ഷെ വ്രതം മാത്രമാണ് എടുത്തു പോകുന്നത്. മുദ്രമാലയെന്നത് അണിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ആ വ്രതത്തിൽ ചില ഭംഗങ്ങളൊക്കെ വരുത്തും. ഞാൻ വ്രതത്തിൽ മാത്രമാണല്ലോ നിൽക്കുന്നത്, മാല ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അവൻ്റെ ഉള്ളിലുണ്ട്. വ്രതപുണ്യം പൂർണ്ണമായിട്ട് കിട്ടാതിരിക്കാൻ ഇത് കാരണമാവും. പക്ഷെ യഥാവിധി മാലയിട്ട് ഒരാൾ വ്രതം എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റു വ്യക്തിയെക്കാളും അവൻ്റെ ആ വ്രതപുണ്യം തീവ്രമായിരിക്കും. മാത്രമല്ല അതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ നമുക്ക് മാലയിട്ട് വ്രതം ആരംഭിക്കുന്ന രീതിയാണ് ഏറ്റവും പരമപുണ്യം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ കെട്ട് നിറ സമയത്ത് ചിലർ ഓടിക്കൊണ്ട് വന്നിട്ട് തിരുമേനി മാല ഇട്ടിട്ടില്ല, ഒന്ന് മാല ഇട്ട് തരൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഇട്ട് തരില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കെട്ട് നിറച്ചോ. ഇതൊരു രീതിയല്ല. നിങ്ങൾക്ക് യഥാവിധി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാലയിട്ട് തന്നെ വ്രതം എടുക്കണം എന്ന് പറയാറുണ്ട്. ആ ഒരു രീതി അവലംബിക്കുന്നതായിരിക്കും ശബരിമലയിൽ യഥാനിഷ്ഠയോടുകൂടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ഒന്നും ലോഭമൊന്നും കാണിച്ച് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ യഥാവിധികളെ പിന്തുടരുക. ആ ഭഗവാന്റെ പാദസ്പർശമുള്ള മണ്ണിലേക്ക് ചെല്ലുകയാണ് നമ്മൾ. അല്ല വേറൊരിടത്തേക്കും പോകുന്നില്ല. ഒരു ടൂർ പോകുന്ന മെന്റാലിറ്റിയോടുകൂടി ആ ശബരിമല എന്ന് പറയുന്ന ആ പുണ്യത്തിന്റെ മുന്നിലേക്ക് ചെല്ലാതിരിക്കുക. മനസ്സും ശരീരവും എല്ലാം വ്രതശുദ്ധിയുടെ ഭാഗമായിട്ടിരിക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ ചോദ്യം: മുദ്രമാലയിൽ അയ്യപ്പൻ തന്നെ വേണമെന്നത് നിർബന്ധമാണോ എന്നുള്ളതാണ്. മുദ്രമാല എന്ന് പറയുന്നതിൽ അയ്യപ്പന്റെ ലോക്കറ്റാണ് പൊതുവിൽ നമ്മൾ ധരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ പുറകെ ശിവനോ മഹാവിഷ്ണുവോ ഒക്കെ ചിലപ്പോൾ കാണും, അതിൽ കുഴപ്പമില്ല. പക്ഷെ അയ്യപ്പന്റെ ഒരു ചിത്രം അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം ശബരിമലയാണ്, ഒരേ ഒരു ലക്ഷ്യം അയ്യപ്പ ദർശനമാണ്. നമ്മൾ ഏകമായിട്ട് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച മനസ്ഥിതിയിലൂടെ പോകണം. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ മുദ്രയിൽ ഉണ്ടാവണം. പിന്നെ അതിൻ്റെ പുറകെ ഓമോ അല്ലെങ്കിൽ മറ്റൊരു ദേവത ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ മുദ്രയിൽ അയ്യപ്പ രൂപം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ചോദ്യം: ഏത് തരം മാലയാണ് ശബരിമലയ്ക്ക് പോകാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മുടെ വിപണിയിൽ പലതരം മാലകൾ അവൈലബിൾ ആണ്. വില കുറഞ്ഞതും വില കൂടിയതുമായിട്ടുള്ള മാലകളുണ്ട്. അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ഈ മാലകളെ തിരഞ്ഞെടുക്കാം. എങ്കിലും തുളസി മണിമാല, രക്തചന്ദന മണിമാല, ഭദ്രാക്ഷം, രുദ്രാക്ഷം മുതലായവയൊക്കെ വളരെ നല്ലതാണ്. ചന്ദനമണിമാല ധരിക്കുന്നവർക്ക് അതുമാകാം. പക്ഷേ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചില മാലകളുണ്ട്, പ്രത്യേക മുത്തുകളൊക്കെ ഉള്ള മാലകൾ. അതൊന്നും ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് തടിയിൽ നിന്നുണ്ടാക്കുന്ന മാലകളും വേണമെങ്കിലാകാം. പക്ഷെ ഞാൻ മേൽപ്പറഞ്ഞ മാലകൾ നിങ്ങൾ ധരിക്കുന്നതാണ് ഏറെ ഗുണകരം. നാലാമത്തെ ചോദ്യം: മാലയണിഞ്ഞ് വ്രതമെടുക്കുന്നവർക്ക് പുറം ജോലികൾ ചെയ്യുന്നതിൽ തടസ്സമുണ്ടോ എന്നുള്ളതാണ്. വ്രതം എടുക്കുന്നു, മാലയിട്ടിരിക്കുന്നു എന്നുള്ളത് തൊഴിൽ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. നിങ്ങളുടെ സാമാന്യമായിട്ടുള്ള തൊഴിലുകൾ അത് മൂലം ചെയ്യാവുന്നത് തന്നെയാണ്. എന്നാൽ ശവശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക. നിങ്ങൾക്ക് തീരെ ശുചിത്വമില്ലാത്ത ഒരു തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നത് ഈ വ്രതകാലയളവിൽ വളരെ ഗുണകരമാകും. അല്ലാതെ നമ്മുടെ നിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റേത് തൊഴിൽ ചെയ്യുന്നതിലും ഇത് തടസ്സമില്ല. അഞ്ചാമത്തെ ചോദ്യം: ധരിച്ച മാല പൊട്ടിപ്പോയാൽ അത് വളരെ വലിയ ദോഷമാണോ? ധരിച്ച മാല പൊട്ടിപ്പോകുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്. കുട്ടികൾക്കിടയിൽ അവർ കളിക്കുമ്പോഴോ മറ്റൊക്കെ മാല പിടിച്ച് പൊട്ടിപ്പോകാനുള്ള സാധ്യതയേറെയുണ്ട്. പിന്നെ മാലയുടെ ഗുണനിലവാരം ഇല്ലെങ്കിലും ചിലപ്പോൾ അതിൻ്റെ കണ്ണി ഇളകി പൊട്ടിപ്പോകാവുന്നതാണ്. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പൊട്ടിപ്പോകാവുന്നതാണ്. ഇതൊന്നും ദോഷമല്ല. നമ്മൾക്ക് ചെറിയ പൊട്ടലൊക്കെ ആണെങ്കിൽ ആ പൊട്ടല് പരിഹരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. വളരെ ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൽ പറഞ്ഞ് പുതിയ മാല ധരിക്കാവുന്നതുമാണ്. പക്ഷെ ഒന്നുണ്ട്, നമ്മൾ മാല ഇട്ടു, ഒരു വട്ടം പൊട്ടി, 2 വട്ടം പൊട്ടി, 3 വട്ടം പൊട്ടി, അങ്ങനെ തുടർച്ചയായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതൊരു അശകുനത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഗുരുസ്വാമി എടുത്ത് കാര്യം അന്വേഷിക്കുക. നമ്മുടെ വ്രതപുണ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആവശ്യം വേണമെങ്കിൽ ഒരു ജ്യോതിഷനെ കൂടി സമീപിച്ച് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. ആറാമത്തെ ചോദ്യം:
ഗുരുസ്വാമിമാരാണ് ശബരിമലയിൽ പോകുമ്പോൾ മാലയിട്ട് തരേണ്ടത് എന്നിട്ടുള്ളതാണ് കേൾക്കുന്നത്. എന്നാൽ ഇന്ന് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ചെറുബാല്യക്കാരായിട്ടുള്ള ശാന്തിക്കാരിൽ നിന്ന് മാലയിട്ട് തരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് തെറ്റല്ലേ? ഇവർക്ക് 18 മല പോയ ഒരു അനുഭവ പാരമ്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ 18 മല തികയ്ക്കാതെ ഗുരുസ്വാമി ആയിട്ടില്ലാത്തവരിങ്ങനെ മാല ഇട്ട് തരുന്നത് ആചാരപരമായി ശരിയാണോ? നമുക്ക് ശബരിമലയ്ക്ക് പോകാൻ ഗുരുസ്വാമി മാലയിടുന്നത് ഒരു സമ്പ്രദായം തന്നെയാണ്. എന്നാൽ ഗുരുസ്വാമിമാർക്ക് മാത്രമല്ല ആചാര്യന്മാർക്കും മാലയിട്ട് കൊടുക്കാമെന്നുണ്ട്. ഒരാള് ഗുരുസ്വാമി ആയിട്ടില്ലെങ്കിൽ പോലും അയാൾ ഒരു ആചാര്യനാണെങ്കിൽ, അതായത് ആചാരത്തെ അനുഷ്ഠിച്ചു പോകുന്ന ഒരാള് എന്നുള്ള രീതിയിലാണ് ആചാര്യൻ എന്ന് ഇവിടെ കൽപ്പിക്കുന്നത്. ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അയാൾ ആചാര്യ മര്യാദകളെല്ലാം ചെയ്ത് അയാളുടെ ജീവിതം ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ചെറുബാല്യക്കാരനാണെങ്കിലും ചിലപ്പോൾ അയാൾ 18 മല തികഞ്ഞിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. സാധാരണ ഇത്തരം ക്ഷേത്ര പാരമ്പര്യങ്ങളിലൊക്കെ നിൽക്കുന്ന മേൽശാന്തിമാരൊക്കെ അവരുടെ ബാല്യകാലം തൊട്ട് മലയ്ക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ മുടങ്ങാതെ പോകുന്നത് കൊണ്ട് 18 മലയൊക്കെ അവരുടെ 18 വയസ്സൊന്നും ആണ്ട് ഒരു വർഷത്തിൽ തന്നെ 2, 3, 4, 12 തവണയും പോകുന്നവരെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് 18 മലയൊക്കെ ഇന്ന കാലത്ത് ഇത്രയും ഗതാഗത സൗകര്യമൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ വളരെ ലളിതമായിട്ട് പലരും ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ വെച്ച് നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷെ അയാള് ക്ഷേത്രത്തിലെ ഒരു പൂജാരി എന്നുള്ള നിലയിൽ മന്ത്ര അഭ്യാസം നടത്തിയിട്ടുള്ള ആളെന്ന നിലയിൽ താന്ത്രിക ക്രിയകളിൽ കുറെയൊക്കെ അവശമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് മാലയിട്ട് തരാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഒരു വ്യക്തിക്കാണെങ്കിൽ അയാൾ ഗുരുസ്വാമി എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്താൻ അയാൾ അനുഭവ പാരമ്പര്യം കൊണ്ട് 18 മല പോയി തെങ്ങ് നടാതെയും ഗുരുസ്വാമിമാരാകുന്നവരുണ്ട്. തെങ്ങ് നടുക എന്ന് പറഞ്ഞ ഒരു ആചാരം മാത്രമാണ്. അപ്പൊ അവർ അങ്ങനെ ഗുരുസ്വാമിയാകുമ്പോൾ ഇവര് താന്ത്രിക പഠനങ്ങളെല്ലാം നടത്തി ആചാര്യസ്ഥാനത്തേക്ക് ഉയർന്ന് ഒരു ഗുരുസ്വാമിയായി മാറുന്നുണ്ട്. അവർക്കും മാലയിടാവുന്നതാണ് കേട്ടാ, അതിൽ തെറ്റൊന്നുമില്ല. 7ാമത്തെ ചോദ്യം, മാലയിട്ട് കഴിഞ്ഞാലും അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും പോകാൻ പാടില്ല എന്ന് ചിലർ പറയുന്നു. ഇത് ശരിയാണോ? ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മാലയിട്ട് കഴിഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് യാതൊരു വിലക്കുമില്ല. അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. ചിലർ വേറൊരു കാര്യം പറയാറുണ്ട്, അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥവും പ്രസാദവും അല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദവും തീർത്ഥവും കഴിച്ചുകൂടാന്നൊക്കെ ഈ അടുത്ത കാലത്ത് ആരൊക്കെ പറയുന്ന കേട്ടോ. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പണ്ടുള്ള വ്യക്തികളെല്ലാവരും തന്നെ നടന്നാണ് ശബരിമലയ്ക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് പല ക്ഷേത്രങ്ങളിൽ തങ്ങി അവിടുത്തെ തീർത്ഥവും പ്രസാദവും എല്ലാം സേവിച്ചാണ് അവർ മലയിലെത്തിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഗതാഗത സൗകര്യമൊക്കെ ഇത്രയുള്ള സ്ഥിതിക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് മലയ്ക്ക് എത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം സേവിച്ചതുകൊണ്ടോ തീർത്ഥം കുടിച്ചതുകൊണ്ടോ ഒന്നും യാതൊരു ദോഷമില്ല. 8ാമത്തെ ചോദ്യം, മാലയിട്ട ഒരു അയ്യപ്പൻ വീട്ടിലുള്ളപ്പോൾ ആർത്തവമുള്ള ഒരു സ്ത്രീക്ക് ആ വീട്ടിൽ കഴിയാമോ? തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് വീട്ടിൽ കഴിയാവുന്നതാണ്, യാതൊരു ദോഷവുമില്ല. പക്ഷെ ഈ വ്യക്തിയുമായിട്ടുള്ള സ്പർശനാദി കാര്യങ്ങൾ ഒഴിവാക്കുക, ഒരേ കട്ടിലിൽ നിന്ന് ശയിക്കാതിരിക്കുക, പിന്നെ ആ വ്യക്തി ഭക്ഷണം പാകം ചെയ്ത് ഈ അയ്യപ്പന് കൊടുക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. 9ാമത്തെ ചോദ്യം, മാലയിട്ട് കഴിഞ്ഞാൽ 2 നേരം കുളിക്കണം എന്നുള്ളത് നിർബന്ധമാണോ? ശുചിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് 2 നേരം കുളിക്കുക എന്നുള്ളത്. കേരളീയ സമ്പ്രദായത്തിൽ നമ്മൾ അങ്ങനെ 2 നേരം കുളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനത്തിലുള്ളവർക്കൊക്കെ അങ്ങനെ 2 നേരം കുളി പൊതുവിൽ ഇല്ലാത്തത് തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരും കാണുമായിരിക്കാം. പക്ഷെ എനിക്കറിയാവുന്ന കുറെ പേരൊക്കെ ഒറ്റ നേരം തന്നെയാണ് അവർ കുളിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഒറ്റ നേരം കുളിക്കുന്നവർ ധാരാളമുണ്ട്. 2 നേരം കുളിക്കാതെ ഒറ്റ നേരം കുളിക്കുന്നവർ ധാരാളമുണ്ട്. ഇവിടെ പറയേണ്ട ശുചിത്വമാണ് മനസ്സിന്റെ ശരീരത്തിന്റെയും. നിങ്ങൾക്ക് 2 നേരം കുളിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ 2 നേരം കുളിക്കണം. ഇനി ഒറ്റ നേരം മാത്രമേ സൗകര്യമുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ കുളിക്കാതിരിക്കരുത്. ഏതെങ്കിലും ഒരു നേരമെങ്കിലും കുളിച്ച് ശുചി വരുത്തണം, മന്ത്രങ്ങൾ ജപിക്കണം, ശരണം വിളിക്കണം, അത് മുടക്കാതിരിക്കുക. 10ാമത്തെ ചോദ്യം, മാലയിട്ട് കഴിഞ്ഞാൽ നിത്യവും ശരണം വിളിക്കണോ എന്നുള്ളതാണ് ചോദ്യം. മാലയിട്ട് കഴിഞ്ഞാൽ നിത്യവും ശരണം വിളിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന അയ്യപ്പ നാമങ്ങൾ ജപിച്ചാലും മതിയാകും. ദിവസവും 2 നേരമെങ്കിലും അയ്യപ്പനെ സ്മരണയിൽ കൊണ്ടുവന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ജപിക്കുകയൊക്കെ ആകാം. ശരണം വിളി അതിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് ശരണമന്ത്രങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ ശരണമന്ത്രങ്ങൾ ജപിക്കണം. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ യൂട്യൂബിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഏത് മീഡിയയിൽ എടുത്തു നോക്കിയാൽ നമുക്ക് ശരണമന്ത്രങ്ങൾ കിട്ടുന്നതാണ്. അത് നോക്കി ശരണം വിളിക്കാവുന്നതാണ്. ഇനി ഉച്ചത്തിൽ വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിലർക്ക് പറയാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ജപം എന്നുള്ള രീതിയിലെങ്കിലും ശരണമന്ത്രങ്ങളെ ജപിച്ചാൽ മതിയാകും. 11ാമത്തെ ചോദ്യം, വീടുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ് മാലയിടാവൂ എന്ന് ചിലർ പറയുന്നുണ്ട്. ഇത് ശരിയാണോ? ഇത് ചില ദേശങ്ങളിലെ ആചാരമായിട്ട് നമുക്ക് പറയാൻ പറ്റൂ, പൊതുവിലുള്ള ആചാരമല്ല. മരിച്ചു കഴിഞ്ഞാൽ 16 കഴിയുമ്പോൾ പുല കുളി എന്ന് പറയുന്ന ചടങ്ങുണ്ട്. ആ പുല കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ
ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. ചിലയിടത്ത് 41 ദിവസം അസ്ഥി വെച്ചിട്ട് അസ്ഥി നിമജ്ജനം ചെയ്യും. എങ്കിൽ 41 ദിവസം നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലൊന്നും പോയിക്കൂടാ, ഒരു ക്ഷേത്രത്തിലും പോയിക്കൂടാ 41 ദിവസം വരെ. ഇനി നിങ്ങൾ 1 വർഷം വരെ വീട്ടിൽ വച്ച് അസ്ഥി പൂജിച്ചിട്ട് ആണ്ടുബലിക്കാണ് നിങ്ങൾ നിമജ്ജനം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ 1 വർഷം വരെ നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നില്ല എന്ന് പറയുന്നതിൽ ശരിയുണ്ട്. എന്നാൽ അസ്ഥി നിമജ്ജനമൊക്കെ കഴിഞ്ഞു പുലകുളി എല്ലാ അടിയന്തര കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് 1 വർഷം വരെ കാത്തുകെട്ടിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം 41 ദിവസം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മലയ്ക്ക് പോകാവുന്നതാണ്. 12ാമത്തെ ചോദ്യം, ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ലൈംഗിക ചിന്തകൾ വരാൻ പാടില്ല എന്നാണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി സ്വപ്നസ്ഖലനമാണ് സംഭവിച്ചിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്യും? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ മനസ്സിനെ അടക്കി നിർത്താൻ പറ്റാത്ത വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. എന്നാൽ ബ്രഹ്മചര്യ വ്രതം കൂടുതലായിട്ട് ആവശ്യമുള്ള ഒന്നാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത്. ഈ സമയത്ത് മാലയിട്ടിട്ട് ഇത്തരം ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം പോലുള്ള അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പലരും ആശങ്കയോടുകൂടി പേടിയോടുകൂടി ചോദിക്കാറുണ്ട്. സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത് ഒരു ശാരീരികമായ ഒരു അവസ്ഥയാണ്. അതിൽ നിങ്ങൾക്കധികം പങ്കൊന്നുമില്ല, അത് തനിയെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ നമ്മുടെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ ദുർവിചാരങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മചര്യത്തിനെ ഹനിക്കും എന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ പരമാവധി ആ ചിന്തയിൽ നിന്ന് വഴിമാറി നടക്കാൻ ശ്രമിക്കണം. അതിനാണ് അയ്യപ്പ മന്ത്രം ജപിക്കുക, ഞാൻ അയ്യപ്പനാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരിക. മാത്രമല്ല മൊബൈലിലൊക്കെ കൂടുതൽ നേരം പാട്ടുരംഗങ്ങളും മറ്റും ഇത്തരം ലൈംഗിക ചോദന ഉണർത്തുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം വാസനകൾ കൂടി വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ മന്ത്രം ഉണ്ടല്ലോ, അത് നമ്മൾ ജപിക്കുക എന്നുള്ളതാണ്. ഓം ഹ്രീം ഹരിഹരാനന്ദ മൂർത്തയെ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്നുള്ള മന്ത്രം 18 ജപിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരം 18 ഇത് ജപിക്കുക. അതോടുകൂടി ഇത്തരം ചിന്തകളുടെ മൂർച്ച ഇല്ലാണ്ടായി പോവുകയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ ആ ദോഷത്തെ മാറ്റിയെടുക്കാനും പറ്റും. ക്ഷമാപണ മന്ത്രം വേറെയും പലതും ഉണ്ട്. ഞാൻ ഈ ഒരു ക്ഷമാപണ മന്ത്രം മുന്നേ പറഞ്ഞു തന്നതുകൊണ്ട് വീണ്ടും അത് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് മതിയാകും. 13ാമത്തെ ചോദ്യം, കന്നിസ്വാമിമാർ കന്നിമാസത്തിൽ തന്നെ മാലയിടണം എന്നത് നിർബന്ധമാണോ? അങ്ങനെ ഒരു നിർബന്ധം ഇല്ല. കന്നിമാസത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് മറ്റ് മാസങ്ങളിലും ആകാവുന്നതാണ്. 14ാമത്തെ ചോദ്യം, ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്നവർ മണ്ഡല കാലത്ത് തന്നെ മലയ്ക്ക് പോകണം എന്നത് നിർബന്ധമാണോ? അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മാസത്തിൽ നട തുറക്കുന്ന ദിവസങ്ങളിൽ ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്നവർക്ക് പോകാവുന്നതാണ്. എങ്കിലും മണ്ഡലകാലത്ത് വിശേഷങ്ങൾ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ മണ്ഡലകാലത്ത് പോകുന്നത് ഗുണകരമാണ് എന്നതേ ഉള്ളൂ. ഇപ്പൊ ക്യൂഡ എന്നൊന്നുമില്ല. മറ്റു മാസങ്ങളിൽ നമുക്ക് പോകാവുന്നതാണ്. ആദ്യമായിട്ട് മാലയിട്ട് പോകുന്നവർക്ക് പോകാവുന്നതാണ്. പക്ഷെ മണ്ഡലകാലം കൂടുതൽ വിശേഷകരമാണ്, അതുകൊണ്ട് ആ സമയത്ത് എന്നേ പറയുന്നുള്ളൂ. 15ാമത്തെ ചോദ്യം, മാലയിട്ട് വ്രതം എടുക്കുന്നതിനിടയിൽ പുല വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ മാലയിട്ട് വ്രതം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് പുല ബാധകമാവും. എങ്കിൽ മാല ഊരി മാറ്റി ആ പുല ആചരിക്കുകയാണ് വേണ്ടത്. 16ാമത്തെ ചോദ്യം, മാലയിട്ട് വ്രതം എടുത്ത് പോരുന്നതിനിടയ്ക്ക്, ഉദാഹരണം പറഞ്ഞാൽ 30ാമത്തെ ദിവസം കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി, അപ്പോൾ നമുക്ക് പുലയായി, നമ്മൾ ആ മാല ഊരി വെച്ചു. എന്നിട്ട് പുല കഴിഞ്ഞതിന് ശേഷം പിന്നെ 11 ദിവസം നമ്മൾ വ്രതം എടുത്ത് മലയ്ക്ക് പോകുന്നതിൽ തെറ്റുണ്ട്. അതായത് ടോട്ടലി 41 ദിവസം അങ്ങനെ ആകുമല്ലോ. അങ്ങനെ മലയ്ക്ക് പോകുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. ഇത് പാടില്ലാത്ത രീതിയാണ് കേട്ടോ. നമ്മൾ ഒരു വ്രതം എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുലയോ മറ്റോ കൊണ്ട് ആ വ്രതം ഭംഗം വന്നു കഴിഞ്ഞാൽ ആ വ്രതം അത്രയും നേരം എടുത്തത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് നിങ്ങൾ പുതുതായിട്ട് വ്രതം എടുക്കേണ്ടി വരും. അതാണ് വ്രതചര്യയെ പറയുന്നത്. അല്ലാതെ അതിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെ കൊണ്ടുവന്ന് നിർത്തി പിന്നീട് പുല ആചരിച്ചു പിന്നെ വീണ്ടും വ്രതം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു രീതിയില്ല. അത് തെറ്റായ സമ്പ്രദായമാണ്. നമ്മൾ ഒന്നേന്ന് തന്നെ വ്രതം എടുക്കേണ്ടി വരും. 17ാമത്തെ ചോദ്യം, ഒരിക്കൽ ഉപയോഗിച്ച മാല വീണ്ടും ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ഒരിക്കൽ ഉപയോഗിച്ച മുദ്രമാല വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ചില ഗുരുസ്വാമിമാർ തൻ്റെ ശിഷ്യർക്ക് മാല സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ആ മാല ഇവർ വർഷങ്ങളോളം ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ഗുരുസ്വാമിമാർ അവരുടെ ഗുരു കൊടുത്ത ആ മാല ആജീവനാന്തം കഴുത്തിൽ അണിഞ്ഞിരിക്കുകയും ചെയ്യും. 18ാമത്തെ ചോദ്യം, സ്ത്രീജനങ്ങൾക്ക് പുരുഷന്മാരായിട്ടുള്ള ഗുരുസ്വാമിമാർ മാലയിട്ട് കൊടുക്കുന്നത് ഉചിതമായ കാര്യമാണോ? നോക്കൂ, ഇവിടെ ഗുരു എന്ന് പറയുന്നത് നമുക്ക് അന്ധകാരത്തിലെ ഇരുട്ടിലെ അവിടെ വെളിച്ചത്തെ കാണിച്ചു കൊടുക്കുന്ന
ഒരു മഹാനുഭാവനായിട്ടാണ് കാണുന്നത്. അവിടെ ഗുരു ശിഷ്യബന്ധമാണ് അവിടെ ഉള്ളത്, അല്ല വേറെ വ്യക്തിബന്ധങ്ങളൊന്നുമില്ല. ഗുരു ശിഷ്യബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമപവിത്രമാണ്. അവിടെ ഗുരു മാളികപ്പുറം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഭക്തയ്ക്ക് മാലയിട്ട് കൊടുക്കുമ്പോൾ അത് പുരുഷൻ സ്ത്രീക്ക് മാലയിട്ട് കൊടുക്കുന്നു എന്നുള്ള ബാഹ്യാർത്ഥത്തിൽ അവിടെ എടുക്കരുത്. ഗുരു ശിഷ്യ ബന്ധമാണ്, അതിനെ അങ്ങനെ നോക്കി കാണാവൂ. ഈ ചോദ്യം തന്നെ ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന ചോദ്യമാണ്. എന്തായാലും ഇതിന്റെ ഉത്തരം ഇതാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാർ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആള് മാലയിട്ട് കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. 19ാമത്തെ ചോദ്യം, മാലയിടാൻ ഏറ്റവും ഉത്തമമായ ദിവസം ഏതാണ്? ശരിക്കും പറഞ്ഞാൽ മാലയിടാൻ അങ്ങനെ ഉത്തമമായിട്ടുള്ള ദിവസമൊന്നും അന്വേഷിച്ച് നടക്കേണ്ടതില്ല. ഏതൊരു ദിവസവും നിങ്ങളുടെ മനസ്സും ശരീരവും പാകമായ ദിവസം നിങ്ങൾക്ക് മാലയിടാം. എങ്കിലും ശനിദോഷം കടുത്തതായിട്ട് നിൽക്കുമ്പോൾ ശനിയാഴ്ചകളിൽ മാലയിടുന്നത് ഏറെ ഉത്തമം. മറ്റ് വിശേഷാൽ ദിവസങ്ങളിൽ ഏതിലും നിങ്ങൾക്ക് മാലയിടാം. മനസ്സും ശരീരവും ഏറ്റവും ഉത്തമമായിട്ട് നിങ്ങൾ ഉറപ്പോടുകൂടി നിൽക്കുന്ന ഏതൊരു ദിവസവും നല്ല ദിവസമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതിൽ പിന്നെ നല്ലത് ചീത്തയെന്ന് തിരയാൻ നിൽക്കേണ്ടതില്ല എന്നാണ് പക്ഷം. 20ാമത്തെ ചോദ്യം, മാലയിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ മലയ്ക്ക് പോകാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് ദോഷകരമാണോ? മലയിട്ട് കഴിഞ്ഞ് മലയ്ക്ക് പോകാൻ വ്രതമെടുത്ത് നിൽക്കുന്ന പലർക്കും ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ മലയ്ക്ക് പോകാൻ കഴിയാതെ വന്നേക്കും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും അത് ദോഷകരമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെ തടസ്സം വന്നതുകൊണ്ട് അവർ മലയ്ക്ക് പോയില്ല. അടുത്ത തവണ അവർ കഴിയുന്ന സമയത്ത് മലയ്ക്ക് പോകും, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇവർക്ക് ഈ വ്രതം നിന്നതിന്റെ പുണ്യം ലഭിക്കുകയും ചെയ്യും. ചിലർ മലയ്ക്ക് പോവാതെ വ്രതം മാത്രം എടുത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. മാലയിട്ട് വ്രതം എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. 41 ദിവസം മലയ്ക്ക് പോകുന്നില്ല. അവരുടെ ആരോഗ്യ സ്ഥിതി മോശമായതുകൊണ്ട് അവർ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ മാല ചിലപ്പോൾ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കും, ഇല്ലെങ്കിൽ 41 കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഊരി മാറ്റി വയ്ക്കും. വിദേശത്തൊക്കെയുള്ള എത്രയോ പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ മലയ്ക്ക് വേണ്ടി മാലയിട്ടിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നപ്പോൾ ഊരി മാറ്റി എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും പേടിക്കേണ്ടതില്ല. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന കുറേയധികം ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെടുത്തി ഞാൻ ഇനിയും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആ ചോദ്യങ്ങളുടെ ഉത്തരം കൂടി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങൾ ഇത് കാണുന്നുണ്ട്, നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ കമന്റിലൂടെ അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.